ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ. ഒരു ദിവസം ഒരു കൊച്ച അവന്റെ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ എന്തിനാ നമ്മൾ ഈ നോമ്പൊക്കെ ആചരിക്കുന്നേ? എല്ലാവർക്കും നോമ്പുകളുണ്ടല്ലോ. ഈവൻ മുസ്ലിംസ് നോമ്പെടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് നോമ്പെടുക്കുന്നുണ്ട്, ഹിന്ദുസിനായാലും അവരുടേതായ കുറെ ആചാരങ്ങളിലൊക്കെ നോമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ എടുക്കണേന്ന് മുത്തച്ഛൻ അവനോട് മറുപടി ഒന്നും പറയാതെ ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ അവന് കൊടുത്തിട്ട് കുറച്ച് നല്ലൊരു പെബിൾസും നല്ല സ്റ്റോണുകളും അവന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ഗ്ലാസ് ബോട്ടിൽ ഈ ഒരു ബോള് എല്ലാം കൂടെ നിറയ്ക്കാൻ പറഞ്ഞു, സ്റ്റോണുകൾ നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ സ്റ്റോണുകൾ നിറച്ചിട്ട് പറഞ്ഞു, മുത്തച്ഛ ഇത് ഫുള്ളായി, അതിനെ ഒന്നും നിറയ്ക്കാൻ പറ്റുന്നു. അപ്പൊ മുത്തച്ഛന അതിന്റെ തൊട്ടടുത്തുനിന്ന് കുറെ സാൻഡ് എടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോ പിന്നെയും ആ സാധനങ്ങളെല്ലാം സാൻഡ് കൊള്ളാനും മണ്ണും ഒക്കെ അതിന്റെ അകത്തോട്ട് വീണു. ഫുള്ളായതിൽ പിന്നെയും ആ ഒരു മുത്തച്ഛന് ഒരു ഗ്ലാസും 2 ഗ്ലാസും ഓളം ആ ഒരു സാൻഡ് നിറയ്ക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പം അവനോട് മുത്തച്ഛൻ ചോദിച്ചു, നീ ഓൾറെഡി ഫുള്ളായെന്ന് പറഞ്ഞതിലല്ലേ ഞാനിത് പിന്നെയും ആഡ് ചെയ്തേ എന്ന് പറഞ്ഞു. എന്നിട്ട് മുത്തച്ഛൻ അവനോട് പറഞ്ഞു കൊടുത്തു, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. എന്താണ് ആ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇരിക്കേണ്ട? ഗ്ലാസ് ബോട്ടിൽ ആ പെബിൾസ് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്റ്റോൺസുകൾ നല്ല ഗ്ലാസ് ബോട്ടിൽ കാണുമ്പോഴാണ് ഒത്തിരി ഭംഗി. എന്നാൽ ആ ഒരു മണ്ണും ചെളിയുള്ള മണ്ണും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ ഗ്ലാസ് ബോട്ടിലിന്റെ ഭംഗി നശിച്ചു. പക്ഷെ അത് കൂടുതലായിട്ട് ഫുൾ ആയതുപോലെ. അപ്പൊ കൂടുതൽ ആ ഒരു മണല് അല്ലെങ്കിൽ സാൻഡ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നമുക്ക് നല്ല മനോഹരമായ സ്റ്റോണുകൾ ആ ബോട്ടിൽ നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവൻ പിന്നെയും കുറെ കൂടെ ആ ഒരു വെളിച്ചിന് ആ ഒരു നല്ല കുലുക്കി ബോട്ടിലിട്ടത് കുറെ കൂടെ അത് മാറ്റിയിട്ട് സാൻഡുകളൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ കുറെ കൂടെ നല്ല സ്റ്റോണുകൾ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പം മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതുപോലെയാണ് നമ്മളുടെ നോമ്പുകൾ എടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നോമ്പ് ആചരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും നോക്കാതെ ഈ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ സാൻഡുകളെ കൊണ്ട് നമ്മളെ തന്നെ നിറച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ മാറി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രയോറിറ്റൈസ് ആയിട്ട് വേണ്ടത്? നമ്മുടെ കുടുംബം പ്രയോറിറ്റൈസ് ആയിട്ട് വേണ്ടിവരും. അതുപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, ഈശോയും ഞാനും അല്ലെങ്കിൽ ദൈവവും, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളെ പ്രയോറിറ്റി ആയിട്ട് എടുക്കണം. അതുപോലെ നമ്മുടെ ഹെൽത്ത്, അതുപോലെ നമ്മുടെ ജോലി, അങ്ങനെ നമുക്ക് എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതിനെ കൊണ്ട് നമ്മളുടെ ജീവിതം നിറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മുടെ ജീവിതം പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ദുഷ്ചിന്തകളും ആവശ്യമില്ലാതെ നമ്മൾ കുറെ ഫേസ്ബുക്ക് സ്ക്രോളിങ്ങും നമ്മളൊക്കെ ഉപകാരപ്പെടാത്ത കാര്യങ്ങളും മാത്രം നമ്മൾ കണ്ടുകൊണ്ടും അതിനു വേണ്ടി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടും അതുപോലെ അതിനു വേണ്ടി നമ്മളുടെ എനർജി സ്പെൻഡ് ചെയ്താൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാവാനൊക്കെ ആയിട്ട് തടസ്സമായി നിൽക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിചിന്തനം ചെയ്യാനായിട്ടും ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ ഒരു ചിട്ടയായ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് നോമ്പുകാലം. അപ്പം ഈ ഒരു നോമ്പുകാലത്തിൽ ഇത് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രയോറിറ്റി, നിങ്ങൾക്ക് എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ മിഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാനും ആവശ്യമില്ലാതെ നിങ്ങളുടെ എനർജി ട്രെയിൻ ചെയ്ത് കളയുന്ന കാര്യങ്ങളും റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ജോലി മേഖലകളുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നമ്മുടെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് ആയിരിക്കാം. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് മാറട്ടെ. അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.